തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കും. മുന്നണികളിൽ തർക്കങ്ങളും വിവിധ നീക്കങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് കല്ലായിയിൽ VM ബിനുവിനെ പകരക്കാരനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളകണ്ടി ബൈജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഏകദേശം ധാരണയായി. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതോടെ തിരുവനന്തപുരം മുട്ടടയിൽ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പ്രചാരണം ഊർജിതമാക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരും, അതുപോലെ തിരുവനന്തപുരത്ത് മനീഷ് മഹിവാലും. ആദ്യം ദീപക്കിലേക്ക്. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN ഒരു കീറാമുട്ടിയായി കേരളത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയതാണ് VM ബിനുവിന് വോട്ടില്ലാതെ സ്ഥാനാർത്ഥിയായത്. ഹൈക്കോടതിയിൽ ഇന്നലെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ കോൺഗ്രസിന്റെ അടപടലം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഒരു വോട്ടർ പട്ടികയിൽ പേരില്ലാതെയാണോ സ്ഥാനാർത്ഥിയാകുന്നത് എന്നൊക്കെയുള്ള നിലയിൽ മറ്റ് ഗൂഢാലോചനാ സിദ്ധാന്തം ഒന്നും നടക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ കരുതലോടെ നീങ്ങുന്നു. അവിടെ പലരുടെ പേരുകൾ പരിഗണിച്ചു. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ അവിടെ പ്രാദേശികമായി കോൺഗ്രസ് നേതാവ് കാളാണ്ടി ബൈജുവിനെയാണ്, അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്, ബൈജുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇന്നലെ രാത്രി വൈകി ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തതെന്നാണ് മനസ്സിലാവുന്നത്. മറ്റ് രീതിയിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ ഇനിയും അവിടെ കൊണ്ടുപോയിട്ടാൽ പ്രാദേശികമായ വികാരം എതിരാണ് എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലായത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. പക്ഷേ എന്നാൽ കടമ്പകൾ അനവധിയുണ്ട്. UK കുമാരൻ സാഹിത്യ നഗരത്തിന് ഒരു സാഹിത്യ നായകൻ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ UK കുമാരൻ്റെ പേര് പരിഗണിച്ചിരുന്നു. UK കുമാരനുമായി ചർച്ച ചെയ്തു. ആഫീസ് മുഹമ്മദിൻ്റെ പേരും ചർച്ച ചെയ്തു. പക്ഷേ എന്നാൽ ഇതിലൊന്നും തീരുമാനമായില്ല. ഇനി അവരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാളാണ്ടി ബൈജു എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ്, അവിടെ ജനസമ്മതനായ നേതാവാണ്, അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുണ്ട്. എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇനിയൊരു പൊതു സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക എന്നുള്ളതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു DCC നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കല്ലായിയിൽ ഒരു കോൺഗ്രസ് നേതാവിനെ തന്നെ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തന്നെ സ്ഥാനാർത്ഥിയാകാൻ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഈ ധാരണ ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമായി മാറും. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടയിൽ എഴുത്തുകാരൻ UK കുമാരനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നു, പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വരുമ്പോൾ ഈ സെലിബ്രിറ്റികളെ സ്ഥലം വിട്ടുകളയും. കാര്യം ഒരു തെരഞ്ഞെടുപ്പ് താങ്ങാനുള്ള മാനസികാവസ്ഥയൊന്നും ഈ സർഗതനരായ എഴുത്തുകാർക്ക് ഉണ്ടാകണം എന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.